മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ITI വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ പ്രതിശ്രുത വരൻ സന്ദീപ് കസ്റ്റഡിയിൽ. ഇന്നലെയാണ് നമിതയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്ദീപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി യുവതിയുമായി സംസാരിച്ചിരുന്നു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഈ പ്രതിശ്രുത വരന്റെ പങ്ക് എന്താണെന്നാണ് പോലീസ് പറയുന്നത്? എന്താണ് സംഭവിച്ചത്? ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് വഞ്ചുവത്തുള്ള വാടക വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. നമിത എന്ന് പറയുന്ന 19 വയസ്സുള്ള പെൺകുട്ടിയാണ് വീടിലെ അടുക്കള ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടുകൂടി ഈ നമിതയുടെ പ്രതിസ്ഥിതി വരനായിട്ടുള്ള സന്ദീപ് ഈ വീട്ടിൽ വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാവിലെ വന്ന സമയത്ത് ഈ പെൺകുട്ടിയുമായിട്ട് ചെറിയ ഒരു തർക്കം ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സന്ദീപ് ഇവർ തമ്മിൽ സംസാരിച്ച് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഈ മടങ്ങിപ്പോയതിന് ശേഷം ഇദ്ദേഹം വീണ്ടും നമിതയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. തിരിച്ച് ഫോൺ ചെയ്ത സമയത്ത് നമിതയുടെ ഫോൺ എടുക്കാതെ വന്നപ്പോൾ വീണ്ടും സന്ദീപ് തിരിച്ച് ഈ വഞ്ചുവത്തുള്ള ഈ വാടക വീട്ടിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ വീട് അടച്ച നിലയിലായിരുന്നു. ഈ നമിത താമസിക്കുന്ന വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടുകാരുമായി ചേർന്ന് ഈ വാതിൽ തള്ളിപ്പൊളിച്ചാണ് അകത്ത് കയറിയത്. അകത്ത് കയറിയ സമയത്താണ് ഈ അടുക്കള ഭാഗത്ത് നമിത ഈ തൂങ്ങിയ നിലയിൽ നമിതയെ കാണുന്നതും. ഉടനെ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നമിതയെ എത്തിക്കുന്നു. പക്ഷേ നമിത മരണപ്പെട്ടു എന്നുള്ള വിവരം കഴിഞ്ഞ ഉച്ചയോടുകൂടി തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇതിനോടനുബന്ധിച്ച് വലിയമല പോലീസ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി കേസെടുക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ പ്രധാനമായും ഈ സന്ദീപ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമിത ഒരു വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ ചാറ്റ് മറ്റൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ചാറ്റ് സന്ദീപ് കണ്ടതിനെ തുടർന്നായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കം. ഈ നമിതയുടെ അമ്മ ഈ തൊട്ടടുത്തുള്ള ഈ കോഴി ഫാമിലെ ജീവനക്കാരിയാണ്. നിലവിൽ നമിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.